Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kallarakals Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. Zia Gold and Diamonds, the purest bond. Opposite SBI Main Road, Trikkaripur. Glass Palace, MM Road, Pilattara. അന്നും ഇന്നും എന്നും. ദീദി ഇലക്ട്രിക്കൽ ആൻഡ് ഹാർഡ്വെയർസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, പഴയങ്ങാടി. ഓറ ഹോം സെന്റർ, ഓറ ഒരു വീട്. പുനർജനി യോഗ കൗൺസിലിംഗ് ആൻഡ് മെഡിറ്റേഷൻ സ്റ്റഡി സെന്റർ, പഴയങ്ങാടി. SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും മാർച്ച് 17 മുതൽ 30 വരെ. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ ആദ്യം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10 സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. SSLC +2 പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനം എടുത്തത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്നും മികച്ച വിജയം നേടിയ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ കൂടിയായ M. രജീഷ് ബാബുവിന് വാർഡിൽ കൃത്യമായ വരവേൽപ്പ്. പയ്യന്നൂർ നഗരസഭ തായ്നേരി വെസ്റ്റ് 33ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച M. ബഷീറിന് വോട്ടർമാർ നൽകിയത് ഉജ്ജ്വല വിജയം. മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വാഹനയാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന പാലമാണ് വണ്ണാത്തിക്കടവ് പാലം. വർഷങ്ങൾ പഴക്കമുള്ള വീതി കുറഞ്ഞ പഴയ പാലത്തിന് പകരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വാഹനാപകടം. ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും മഹാരാഷ്ട്രയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച രാവിലെ 7:30. വാർത്തകൾ വിശദമായി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കോർപ്പറേഷനുകളിൽ അധ്യക്ഷന്മാരുടെയും ഉപാധ്യക്ഷന്മാരുടെയും തെരഞ്ഞെടുപ്പ് ജില്ലാ കലക്ടറും മുനിസിപ്പാലിറ്റികളിൽ കമ്മീഷൻ നിയോഗിച്ച വരണാധികാരികളുമാണ് നടത്തുന്നത്. ഗ്രാമ, ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തുകളിൽ ആദ്യാംഗത്തെ പ്രതിജ്ഞ ചെയ്യിക്കേണ്ടത് അതാത് സ്ഥാപനങ്ങളിലെ വരണാധികാരികളാണ്. മുനിസിപ്പൽ കൗൺസിലുകളിൽ കമ്മീഷൻ നിയോഗിച്ചിട്ടുള്ള വരണാധികാരികളാണ് പ്രതിജ്ഞ ചെയ്യിക്കേണ്ടത്. കോർപ്പറേഷനുകളിൽ ജില്ലാ കലക്ടർമാർക്കാണ് ചുമതല. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കും തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളിൽ ഏറ്റവും പ്രായം കൂടിയ അംഗം കൗൺസിലർ വരണാധികാരി മുമ്പാകെ പ്രതിജ്ഞ എടുക്കണം. ഇദ്ദേഹമായിരിക്കും മറ്റ് അംഗങ്ങളെ പ്രതിജ്ഞ ചെയ്യിക്കുക. തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും പ്രതിജ്ഞയെടുക്കുവാൻ രേഖാമൂലം അറിയിപ്പ് നൽകും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10 കോർപ്പറേഷനുകളിൽ 11:30 സത്യപ്രതിജ്ഞാ നടപടികൾ ആരംഭിക്കുക. ചടങ്ങുകൾക്ക് ഗ്രാമപഞ്ചായത്തുകളിൽ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർമാരും, ബ്ലോക്ക് പഞ്ചായത്തുകളിൽ അസിസ്റ്റന്റ് ഡെവലപ്മെന്റ് കമ്മീഷണർമാരും, മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാരും, ജില്ലാ പഞ്ചായത്തുകളിൽ ജില്ലാ കലക്ടർമാരുമാണ് ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്യുക. ചടങ്ങുകൾ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്നതിന്റെ പൊതുമേൽനോട്ടം അതാത് ജില്ലാ കലക്ടർമാർക്കായിരിക്കും. സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞാലുടൻ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങളുടെയും ആദ്യ യോഗം ആദ്യം പ്രതിജ്ഞ ചെയ്ത അംഗത്തിന്റെ അധ്യക്ഷതയിൽ ചേരേണ്ടതാണ്. സത്യപ്രതിജ്ഞാ ചടങ്ങുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി നടക്കുന്നുണ്ടെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കേണ്ടതും കമ്മീഷന് റിപ്പോർട്ട് സമർപ്പിക്കുകയും വേണം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
SSLC പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി രണ്ടാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനമെടുത്തത്. പത്ത് 12 ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും. പൊതുപരീക്ഷയുടെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുള്ള ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. ജൂൺ 1 മുതൽ ആരംഭിച്ച ഓൺലൈൻ ക്ലാസുകളുടെ റിവിഷനും സംശയ ദൂരീകരണവും ജനുവരി 1 മുതൽ സ്കൂൾ തലത്തിൽ നടത്തുന്നതിന് ക്രമീകരണമുണ്ടാക്കും. മാതൃകാ പരീക്ഷകളും വിദ്യാർത്ഥികളുടെ മാനസിക സംഘർഷം ഒഴിവാക്കുന്നതിനുള്ള കൗൺസിലിംഗും സ്കൂൾ തലത്തിൽ നടത്തും. ഇതിനുവേണ്ടി 10-12 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്ക് രക്ഷാകർത്താക്കളുടെ സമ്മതത്തോടെ സ്കൂളിൽ പോകാം. നിലവിലുള്ള അധ്യാപകരുടെ സേവനം പ്രയോജനപ്പെടുത്തി ഇക്കാര്യങ്ങൾ നിർവഹിക്കും. സ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസുകളും കോവിഡ്-19 പശ്ചാത്തലത്തിൽ ജൂൺ 1 മുതൽ ഓൺലൈനായി നടക്കുകയാണ്. അത് ഈ നിലയിൽ തന്നെ തുടരും. കോളേജ് തലത്തിൽ അവസാന വർഷ ബിരുദ ക്ലാസുകളും പോസ്റ്റ് ഗ്രാജുവേറ്റ് ക്ലാസുകളും ജനുവരി 1 മുതൽ ആരംഭിക്കും. പകുതി വീതം വിദ്യാർത്ഥികളെ വെച്ചാണ് ക്ലാസുകൾ നടത്തുക. ആവശ്യമെങ്കിൽ കാലത്തും ഉച്ചയ്ക്ക് ശേഷവുമായി ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ ക്ലാസുകൾ ക്രമീകരിക്കും. കാർഷിക സർവകലാശാലയിലെയും ഫിഷറീസ് സർവകലാശാലയിലെയും ക്ലാസുകളും വിദ്യാർത്ഥികളുടെ എണ്ണം ഭാഗിച്ച് പരിമിതപ്പെടുത്തി ജനുവരി 1 ആരംഭിക്കും. മെഡിക്കൽ കോളേജുകളിൽ രണ്ടാം വർഷം മുതൽ ക്ലാസുകൾ ആരംഭിക്കാനാണ് തീരുമാനം. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ LDF വിജയാഘോഷം സംഘടിപ്പിച്ചു. നിരവധി പേർ പ്രകടനത്തിൽ അണിചേർന്നു. വിജയിച്ച സ്ഥാനാർത്ഥിയായ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ രക്തഹാരമണിയിച്ചാണ് ഓണക്കുന്നിൽ നിന്നും ആഹ്ലാദ പ്രകടനം ആരംഭിച്ചത്. അപ്യാൽ രാഘവൻ, മുരളീധരൻ, വിനോദ് കുമാർ മാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കരിവെള്ളൂർ മണക്കാട്ടു നിന്നാരംഭിച്ച പ്രകടനത്തിന് ചെണ്ടമേളത്തിന്റെയും പടക്കങ്ങളുടെയും അകമ്പടി മാറ്റുകൂട്ടി. ബ്ലോക്ക് പഞ്ചായത്ത് കരിവെള്ളൂർ ഡിവിഷനിൽ നിന്നും വിജയിച്ച MV അപ്പുക്കുട്ടനെയും ഗ്രാമപഞ്ചായത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട തമ്പാൻ എന്നിവരെയും ആനയിച്ചുകൊണ്ടായിരുന്നു പ്രകടനം. മണക്കാട്ട് വായനശാല പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രകടനം പലിയേരി വായനശാല പരിസരത്ത് സമാപിച്ചു. പ്രകടനത്തിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. എക്കാലത്തെയും കുത്തകയായി നിലനിന്നിരുന്ന വാർഡുകൾ കൈവിട്ടതിന്റെ ആഘാതത്തിലാണ് പയ്യന്നൂരിലെ UDF നേതൃത്വം. 12 സീറ്റുകൾ ഉണ്ടായിരുന്നത് 8 ചുരുങ്ങിയതും പരാജയത്തിന്റെ ആക്കം കൂട്ടുകയാണ്. പയ്യന്നൂരിൽ പല മേഖലകളിലും UDFന് വ്യക്തമായ ആധിപത്യമാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇക്കുറി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ അതെല്ലാം തകിടം മറിഞ്ഞു. പല സീറ്റുകളും LDF പിടിച്ചെടുത്തു. ലീഗിന്റെ ശക്തികേന്ദ്രമായിരുന്ന പെരുമ്പ, ചിറ്റാരിക്കോവൽ വാർഡുകൾ LDFന്റെ കയ്യിലായി. ലീഗ് സ്ഥാനാർത്ഥിയായി മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ആവശ്യം തിരസ്കരിച്ചതിനെ തുടർന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും ചെയ്ത തായിനേരി പടിഞ്ഞാറിലെ വിമത സ്ഥാനാർത്ഥി M ബഷീറിന്റെ വിജയവും ലീഗിന് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കിയത്. കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായ കണിയേരി, തായിനേരി വെസ്റ്റ്, അന്നൂർ കിഴക്കേക്കോവൽ വാർഡുകൾ LDF പിടിച്ചെടുത്തു. LDFന്റെ സീറ്റുകളായ ടെമ്പിൾ വാർഡ്, ഗ്രാമം ഈസ്റ്റ്, കേളോത്ത് നോർത്ത് എന്നിവ UDF പിടിച്ചെടുത്തതാണ് ഇവർക്ക് അല്പമെങ്കിലും ആശ്വാസമായത്. LDFന്റെയും UDFന്റെയും പ്രമുഖ സ്ഥാനാർത്ഥികളും പരാജയപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട്. കോൺഗ്രസ് പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് K ജയരാജ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് DK ഗോപിനാഥ് എന്നിവർ മത്സരിച്ച് പരാജയപ്പെട്ടു. പയ്യന്നൂർ നഗരസഭ മുൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M സഞ്ജീവൻ, കേരള കോൺഗ്രസ് S നേതാവ് P ജയൻ, NCP ജില്ലാ സെക്രട്ടറി AV തമ്പാൻ തുടങ്ങിയവരും പരാജയപ്പെട്ടിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്നും മികച്ച വിജയം നേടിയ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ കൂടിയായ M രജീഷ് ബാബുവിന് വാർഡിൽ ഹൃദ്യമായ വരവേൽപ്പ് നൽകി. കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി നാടിന്റെ നന്മയ്ക്കായി ജനങ്ങൾക്കൊപ്പം നിൽക്കുമെന്ന് രജീഷ് ബാബു പറഞ്ഞു. മികച്ച വിജയം നേടി വാർഡിലെത്തിയ രജീഷ് ബാബുവിനെ ആനയിച്ച് യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വാർഡിലെ ജനങ്ങളെ നന്ദി അറിയിച്ചു. തന്നെ വിജയിപ്പിച്ച നാട്ടുകാരോടായി കക്ഷി രാഷ്ട്രീയത്തിനതീതമായി നാടിന്റെ നന്മയ്ക്കായി ജനങ്ങളോടൊപ്പം നിൽക്കുമെന്ന് രജീഷ് ബാബു പറഞ്ഞു. 8ാം വാർഡിലെ UDFന്റെ സ്ഥാനാർത്ഥിയായി എന്നെ പ്രഖ്യാപിച്ച അന്നു മുതൽ ഇന്ന് വരെ എൻ്റെ കൂടെ സജീവമായി പ്രവർത്തിച്ചതിൻ്റെ ഒരു ഫലമാണ് ഇന്നത്തെ ചരിത്ര വിജയം. UDFന്റെ 8ാം വാർഡിലെ ചരിത്ര വിജയം തന്നെ പറയാം. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ യുവാക്കളായ തങ്കയത്തിലെ
യൂത്ത് ലീഗിന്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെയും സജീവ പ്രവർത്തകരുടെ ഭയങ്കരമായ ഫലത്തിന്റെ ഭാഗമാണ് എനിക്ക് വിജയം കിട്ടിയത്. അത് ഞാൻ അവരോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ എന്നെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് എന്നെ ഈ ചരിത്ര വിജയം സൃഷ്ടിച്ച് എന്നിൽ അർപ്പിച്ച വിശ്വാസത്തിൽ എപ്പോഴും ഞാൻ വോട്ടർമാരോട് കടപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ആ വിശ്വാസം അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് തന്നെ ഈ വാർഡിന്റെ സമഗ്ര വികസനത്തിന് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞാൻ എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. പയ്യന്നൂർ നഗരസഭയിലെ ജനവിധി എങ്ങനെയാണെന്ന് വെളിപ്പെട്ടു കഴിഞ്ഞു. നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ജയപരാജയങ്ങൾ നോക്കിക്കാണുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്ന വാർഡാണ് തായ്നേരി വെസ്റ്റ് 33-ാം വാർഡ്. ഇവിടെ സ്വതന്ത്രനായി മത്സരിച്ച എം ബഷീറിന് ഉജ്ജ്വല വിജയമാണ് 33-ാം വാർഡിലെ വോട്ടർമാർ നൽകിയത്. തനിക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ച UDF-നോടുള്ള മധുര പ്രതികാരം കൂടിയായി ബഷീറിന്റെ ഈ വിജയം. പയ്യന്നൂർ നഗരസഭയിലെ വിവിധ വാർഡുകളിലെ ജയപരാജയങ്ങൾ വിലയിരുത്തുമ്പോൾ ശ്രദ്ധിക്കപ്പെടുന്നത് 33-ാം വാർഡിലെ ജനവിധിയാണ്. നഗരസഭയിലെ 33-ാം വാർഡ് തായ്നേരി വെസ്റ്റാണ്. സ്ഥാനാർത്ഥി നിർണയം മുതൽ UDF മുന്നണിയിൽ അസ്വാരസ്യങ്ങളുണ്ടായ വാർഡാണ് 33-ാം വാർഡ്. UDF-ന് വേണ്ടി മത്സരിക്കാൻ സന്നദ്ധത കാട്ടിയ ലീഗ് നേതാവ് എം ബഷീറിനെ തഴഞ്ഞ് മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിത്വം നൽകിയത് AM നിസാറിനാണ്. ഇതിനെ തുടർന്നാണ് സ്വതന്ത്രനായി മത്സരിക്കാൻ എം ബഷീർ തീരുമാനിച്ചത്. 33-ാം വാർഡിൽ ഇത് 5ാം തവണയാണ് ബഷീർ മത്സരിക്കുന്നത്. തായ്നേരി വെസ്റ്റിലെ വോട്ടർമാർ ബഷീറിനെ പിന്തുണച്ചുകൊണ്ട് വോട്ട് ചെയ്തപ്പോൾ 186 വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ബഷീർ തായ്നേരി വെസ്റ്റിൽ നിന്നും ജയിച്ചു കയറിയത്. 581 വോട്ടാണ് ബഷീറിന് തായ്നേരി വെസ്റ്റ് വാർഡിൽ നിന്നും ആകെ ലഭിച്ചത്. ഈ വിജയം എൻ്റെ വാർഡിലെ ജനാധിപത്യ വിശ്വാസികളുടെയും മതേതരവാദികളുടെയും ആയ വോട്ടർമാരുടെ വിജയമാണ്. ഞാൻ മത്സരിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പ്രഖ്യാപിച്ചതാണ് ഒരു 200-300 വോട്ടിനുള്ളിൽ ഞാൻ വിജയിക്കുമെന്നുള്ളത്. നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ വിശ്വസിച്ചുകൊണ്ടാണ് ഞാൻ നിന്നത്. അവർ മുഴുവൻ ആളും എന്നെ സഹായിച്ചു. ഞാൻ കഴിഞ്ഞ 3 ടൈമുകളിൽ ഞങ്ങളുടെ വാർഡിൽ ചെയ്ത വികസന പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരവും കൂടിയാണ് ഈ വിജയം. ഈ വിജയം ഏറ്റവും പ്രഹരമേൽപ്പിച്ചത് എൻ്റെ മാതൃകാ സംഘടനയായ മുസ്ലിം ലീഗിനായിരുന്നു. ആ മുസ്ലിം ലീഗിൻ്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെട്ടത് ലീഗിനെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘാതമാണ്. നേരത്തെ അവരോട് പല കാര്യങ്ങളും പറഞ്ഞ് അവരനുസരിക്കാതെ കൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കേണ്ടി വന്നിട്ടുള്ളത്. ഇനിയുള്ള ഈ 5 വർഷക്കാലം സ്വതന്ത്രനായി നിന്നുകൊണ്ട് തന്നെ നമ്മുടെ വാർഡിലെ വികസന പ്രവർത്തനങ്ങൾക്കും അതുപോലെ തന്നെ നാട്ടിലെ ജനങ്ങളുടെ വികസനത്തിനും ഉന്നമനത്തിനും വേണ്ടി ഞാൻ പ്രവർത്തിക്കും. UDF സ്ഥാനാർത്ഥി AM നിസാറിന് 395 വോട്ട് ലഭിച്ചപ്പോൾ LDF സ്ഥാനാർത്ഥി AV തമ്പാന് 127 വോട്ടും BJP സ്ഥാനാർത്ഥി PK സുജിത് കുമാറിന് 30 വോട്ടും മാത്രമാണ് ലഭിച്ചത്. എതിർ സ്ഥാനാർത്ഥികൾക്കെല്ലാം കൂടി ലഭിച്ച ആകെ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് നേടിയാണ് എം ബഷീർ തായ്നേരി വെസ്റ്റിൽ നിന്നും വിജയപ്പടവ് കയറിയത്. അതുകൊണ്ട് തന്നെ തന്റെ വാർഡിലെ ബഹുഭൂരിപക്ഷം വോട്ടർമാർ ഒപ്പമുണ്ടെന്ന ആത്മവിശ്വാസത്തിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാന പ്രകാരം പ്രവർത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് എം ബഷീർ. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വാഹനാപകടം. ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും മഹാരാഷ്ട്രയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറുമാണ് കൂട്ടിയിടിച്ചത്. കൊച്ചിയിൽ നിന്ന് മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും മഹാരാഷ്ട്രയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും തമ്മിൽ കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വെച്ച് കൂട്ടിയിടിക്കുകയായിരുന്നു. രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. കാർ ഡ്രൈവർ സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ മറ്റൊരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണപുരം പോലീസും കണ്ണൂരിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വാഹനയാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന പാലമാണ് വണ്ണാത്തിക്കടവ് പാലം. വർഷങ്ങൾ പഴക്കമുള്ള വീതി കുറഞ്ഞ പഴയ പാലത്തിന് പകരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വാഹനയാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന പാലമാണ് വണ്ണാത്തിക്കടവ് പാലം. വർഷങ്ങൾ പഴക്കമുള്ള വീതി കുറഞ്ഞ പഴയ പാലത്തിന് പകരമായാണ് പുതിയ പാലം നിർമ്മിക്കുന്നത്.
നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 8.49 കോടി രൂപയുടെ ഭരണാനുമതിയാണ് സർക്കാർ നൽകിയത്. മലയോരത്തേക്കുള്ള പ്രധാന റോഡായ പിലാത്തറ മാതമംഗലം പാതയിൽ 1963 നിർമ്മിച്ച നിലവിലുള്ള പാലം വീതി കുറവായതിനാൽ വാഹനങ്ങൾ കടന്നുപോകുന്നതിന് ഏറെ പ്രയാസം നേരിടുകയാണ്. ഇതിനാൽ പുതിയ പാലം വേണമെന്ന ജനങ്ങളുടെ ഏറെ നാളുകളായുള്ള ആവശ്യമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. പുതിയതായി നിർമ്മിക്കുന്ന പാലത്തിന് 140 മീറ്റർ നീളവും 11 മീറ്റർ വീതിയുമുണ്ടാകും. ഇതിൽ 7.5 മീറ്റർ റോഡും ഇരുഭാഗത്തുമായി 1.5 മീറ്റർ വീതിയിൽ ഫുട്പാത്തും നിർമ്മിക്കും. പിലാത്തറ ഭാഗത്ത് 315 മീറ്റർ നീളത്തിലും മറുഭാഗത്ത് 50 മീറ്റർ നീളത്തിലും അപ്രോച്ച് റോഡും ഇതിന്റെ ഭാഗമായി നിർമ്മിക്കും. പാലത്തിന്റെ നിർമ്മാണം ഉടൻ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കരിവെള്ളൂർ പാലക്കുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം. 3 വീടുകൾക്ക് നേരെയാണ് ബുധനാഴ്ച രാത്രി ആക്രമണം നടന്നത്. കരിവെള്ളൂർ പാലക്കുന്നിൽ 1-ാം വാർഡ് UDF സ്ഥാനാർത്ഥി ഷീബ മുരളിയുടെയും ബൂത്ത് ഏജന്റായിരുന്ന ബിനു പ്രശാന്തിന്റെയും കോൺഗ്രസ് കരിവെള്ളൂർ മണ്ഡലം ഭാരവാഹിയായ ചന്ദ്രശേഖരന്റെയും വീടുകൾക്ക് നേരെയാണ് ആക്രമണം നടന്നത്. 7:40 രാത്രി 7:40 സംഭവം. ഞാൻ ഫോൺ വിളിച്ചുകൊണ്ട് വാതിക്കലേക്ക് വരുമ്പോൾ ഗേറ്റ് തള്ളി തുറന്ന് 4 പേരകത്തേക്ക് കിടന്നു. ഒരാൾ പ്രദീപൻ മുക്കിലാണ് കാണൂർ, 2-ാമത്തെ ആൾ ബൈജു വീതുകുന്ന്, 3-ാമത്തെ ആൾ സുബിൻ, 4-ാമത്തെ ആൾ സജിത്ത് കോട്ടമ്പത്ത് കരിവള്ളൂർ. ഇവരെയാണ് ഞാൻ വ്യക്തമായി കണ്ടത്. ബാക്കിയുള്ളവരെ ഞാൻ കണ്ടില്ല. 2 ബൈക്കും 3 സ്കൂട്ടറുമായിരുന്നുണ്ടായിരുന്നു. വീടുകളുടെ ജനൽ ചില്ലുകൾ അക്രമത്തിൽ തകർന്നു. ചന്ദ്രശേഖരന്റെ വീടിന്റെ ഗേറ്റിലെ ബൾബുകളും അക്രമികൾ തകർത്തു. സംഭവത്തിൽ കരിവെള്ളൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ശക്തമായി പ്രതിഷേധിക്കുന്നതായി അക്രമത്തിന് ഇരയായ വീടുകൾ സന്ദർശിച്ച കോൺഗ്രസ് കരിവെള്ളൂർ മണ്ഡലം പ്രസിഡന്റ് പി ശശിധരൻ മാസ്റ്റർ പറഞ്ഞു. ഷീബ മുരളിക്കെതിരെയും അതുപോലെ തന്നെ അവരുടെ ചീഫ് ഏജന്റായിരുന്ന നമ്മുടെ ബിന്ദു പ്രശാന്തിനെതിരെയും വീടുകൾ എറിഞ്ഞു തകർക്കുകയാണ്. ആരുമില്ലാത്ത നേരം, സ്ത്രീകൾ മാത്രം ഉണ്ടായ സമയത്ത് വീടിൽ കൂട്ടം കൂടി വന്നിട്ട് CPMന്റെ ഗുണ്ടായിസമാണ് കാണുന്നത്. ഇതുപോലെ തന്നെ 5-ാം വാർഡിൽ മത്സരിച്ച ജയേന്ദ്രൻ്റെ വീട്ടിൽ കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീട്ടിൽ പടക്കേറിയായിരുന്നു. 7-ാം വാർഡിലെ അനുശ്രീ, 12-ാം വാർഡിലെ ദേവി, 13-ാം വാർഡിലെ രജനി, ഇവരുടെയൊക്കെ വീട്ടിൻ്റെ മുമ്പിൽ ഇന്നലെ വിജയാഹ്ലാദം സാധാരണയാണ് നമ്മൾ കണ്ടുവരാറുള്ളത്. പക്ഷേ ഇത് ബോംബും പടക്കും എറിഞ്ഞ് വീടിൽ ജനൽ ചില്ലുകൾ അടിച്ച് CPM ഒന്ന് ആലോചിക്കേണ്ടത് ഇത് CPMന്റെ നയമാണോ എന്നാണ് ചോദിക്കാനുള്ളത്. പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. സമാധാനത്തിന്റെ സന്ദേശവുമായി എത്തുന്ന ക്രിസ്തുമസിനെ വരവേൽക്കാൻ നാടും നഗരവും ഒരുങ്ങുമ്പോൾ ഈ ആഘോഷത്തിന് രുചി വൈവിധ്യം ഒരുക്കാൻ പുത്തൻ മധുര രസക്കൂട്ടുകളുമായി കമല ബേക്കറിയും ഒരുങ്ങിക്കഴിഞ്ഞു. കാണാം കമല ബേക്കറി ക്രിസ്തുമസ് മധുരം. ക്രിസ്മസ്, ന്യൂ ഇയർ കേക്കുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നാവിൽ കൊതിയൂറാത്തവർ വിരളമായിരിക്കും. കുടിൽ തൊട്ട് കൊട്ടാരം വരെ ക്രിസ്മസും പുതുവർഷവും ആഘോഷിക്കുന്നത് കേക്ക് മുറിച്ച് തന്നെയാണ്. ഈ കോവിഡ് കാലത്തും ആഘോഷങ്ങൾ മാറ്റിവെക്കാത്തവർക്കായി കൊതിയൂറും കേക്കുകൾ ഒരുക്കുന്ന തിരക്കിലാണ് പയ്യന്നൂരിലെ കമല ബേക്കറി. ഇനിയുള്ള ദിനങ്ങൾ പലവിധ രുചികളുള്ള കേക്കുകൾ കമല ബേക്കറിയുടെ അലമാരകളിൽ നിറയും. ബട്ടർ ക്രീം, ഫ്രഷ് ക്രീം കേക്കുകൾക്ക് ആവശ്യക്കാർ ഏറെ ഉണ്ടെങ്കിലും ഐസിംഗ് കേക്കുകൾക്കും നല്ല ഡിമാൻഡുണ്ടെന്ന് കമല ബേക്കറി ഉടമ തമ്പാൻ പറയുന്നു. ക്രിസ്മസ് കേക്ക്, ബർത്ത്ഡേ കേക്ക്, വെഡ്ഡിംഗ് കേക്ക് എന്നിങ്ങനെ വിവിധ കമ്പനികളുടെ പലവിധ കേക്കുകൾ കമ്പോളത്തിൽ വിൽപ്പനയ്ക്കെത്തുമ്പോൾ ആകർഷകമായ സ്വാദും മണവും പ്രത്യേക ചേരുവകളും ഒരുക്കി പലവിധ കേക്കുകൾ വർഷങ്ങളായി കേക്ക് പ്രേമികളുടെ മുന്നിലെത്തിക്കുകയാണ് കമല ബേക്കറി ചെയ്യുന്നത്. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ.
സംസ്ഥാന ദേശീയ കായിക മത്സരങ്ങളിൽ മെഡലുകൾ വാരിക്കൂട്ടിയ കൊച്ചുതാരം ജീവിക്കാനായി കത്രികയ്ക്ക് മൂർച്ച കൂട്ടുന്നു. കഠിനമായ വെയിലിലും വീടുകൾ തോറും ചെന്ന് കത്രികയ്ക്ക് മൂർച്ച കൂട്ടി ജീവിതം കരുപിടിപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് കാങ്കോൽ സ്വദേശിയായ 10ാം ക്ലാസ്സുകാരൻ മുത്തുരാജ്. കത്രികയ്ക്ക് മൂർച്ച കൂട്ടാനുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടുമുറ്റത്തേക്ക് എത്തുന്ന ബാലനെ നാട്ടുകാർക്ക് വലിയ പരിചയമൊന്നും കാണില്ല. കാങ്കോൽ സ്വദേശിയായ മുത്തുരാജ് കാങ്കോലിലും പരിസര പ്രദേശങ്ങളിലും കത്രികയ്ക്ക് മൂർച്ച കൂട്ടി തന്റെ കുടുംബത്തെ പോറ്റാനുള്ള പെടാപ്പാടിലാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മുത്തുരാജ് ആദ്യമായി മത്സരത്തിനിറങ്ങുന്നത്. മുത്തുരാജിന്റെ പ്രത്യേക രീതിയിലുള്ള നടത്തം ശ്രദ്ധയിൽപ്പെട്ട കായികാധ്യാപകൻ കാങ്കോലിലെ കരുണാകരൻ മാസ്റ്ററാണ് മുത്തുരാജിന് വേണ്ട പരിശീലന സഹായങ്ങൾ അന്നും ഇന്നും നൽകുന്നത്. ആദ്യത്തെ മത്സരത്തിൽ വലിയ കുട്ടികൾക്കൊപ്പം നടന്നെത്താൻ ബുദ്ധിമുട്ടി കുഴഞ്ഞു വീണ മുത്തുരാജ് പിന്നീട് നടത്ത മത്സരത്തിൽ സംസ്ഥാന ദേശീയ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ വാരിക്കൂട്ടി. സൗത്ത് സോൺ ജൂനിയർ അത്ലറ്റിക് മീറ്റിൽ 5000 മീറ്റർ നടത്തത്തിൽ സ്വർണ്ണ മെഡൽ ജേതാവ് കൂടിയാണ് ഈ കൊച്ചുമിടുക്കൻ. ഇപ്പോൾ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങൾ അകറ്റാൻ കത്തിക്ക് മൂർച്ച കൂട്ടാൻ വീടുകളിൽ നിന്ന് വീടുകളിലേക്ക് എത്തുന്നു. അച്ഛൻ കൂലിപ്പണിക്ക് പോകുന്നു. ഇവരുടെ വരുമാനം കൊണ്ട് കഴിയേണ്ടത് 8 പേരാണ്. എനിക്ക് കുറേ പ്രാവശ്യം സ്റ്റേറ്റ് മീറ്റിലേക്കെങ്കിലും ജില്ല കഴിഞ്ഞിട്ട് സ്റ്റേറ്റ് മീറ്റിലേക്കുള്ള ചാൻസ് കുറേ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിലൊന്നും മെഡൽ വരാനുള്ള ചാൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് കഴിഞ്ഞ വർഷം വരെ കഴിഞ്ഞ വർഷത്തിന് 2 വർഷം മുമ്പ് എനിക്ക് സ്റ്റേറ്റ് മീറ്റിൽ 5ാം സ്ഥാനം കിട്ടിയായിരുന്നു. അപ്പോഴേ തീരുമാനിച്ചതാണ് ഇങ്ങനെ ഈ സ്റ്റേറ്റ് മീറ്റിൽ എങ്ങനെ നിങ്ങൾ ഫസ്റ്റോ സെക്കൻഡോ അടിക്കണമെന്ന്. ഇങ്ങനെ ആലോചിച്ചിട്ട് നന്നായി വർക്ക് ചെയ്തിട്ട് ഇപ്പം ഈ പോയ 2020 സ്കൂൾ മീറ്റിൽ സംസ്ഥാന സ്കൂൾ മീറ്റിൽ സെക്കൻഡ് കിട്ടി. അങ്ങനെ ഞാൻ നാഷണൽ മീറ്റ് പങ്കെടുക്കാൻ പറ്റി. പഞ്ചാബിലാണ് മത്സരം ഉണ്ടായത്, പങ്കെടുക്കാൻ പറ്റി. പിന്നെ അതിനു മുമ്പ് സൗത്ത് സോൺ മീറ്റ് എന്ന് പറഞ്ഞൊരു മീറ്റ് ഉണ്ടായിരുന്നു. അവിടെ സ്റ്റേറ്റ് മീറ്റിൽ ഫസ്റ്റ് വന്നു. പിന്നെ നാഷണൽസ് പോയി, അവിടെ നിന്നും ഫസ്റ്റ് വന്നു. മുത്തുരാജിന്റെ അമ്മ തീരാരോഗ്യമാണ്. കോശങ്ങൾ വലിഞ്ഞു മുറുകുന്ന രോഗമാണ്. കിടപ്പിലായ അമ്മയ്ക്ക് മരുന്ന് വാങ്ങണം. അങ്ങനെ നിരവധി ആവശ്യങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ക്ലാസുകൾ തൽക്കാലം മാറ്റിവെച്ച് മുത്തുരാജ് കത്രികയ്ക്ക് മൂർച്ച കൂട്ടാൻ ഇറങ്ങുന്നു. ഇപ്പോൾ എളയാവൂർ CHMHSS സ്പോർട്സ് സ്കൂളിലാണ് മുത്തുരാജ് പഠിക്കുന്നത്. ആ സ്കൂളിലെ ശ്രീശൻ മാസ്റ്ററാണ് ഇപ്പോൾ പരിശീലകൻ. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. എരമംകുറ്റൂർ പഞ്ചായത്ത് BJP ജനറൽ സെക്രട്ടറി ബാബു അരയമ്പത്തിന്റെ വീടിന് നേരെ അക്രമം. ഓലയമ്പാടി എടയന്തൂരിലെ വീട്ടിൽ വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. ഓലയമ്പാടി എടയന്തൂരിൽ താമസിക്കുന്ന എരമംകുറ്റൂർ പഞ്ചായത്ത് BJP ജനറൽ സെക്രട്ടറിയും പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മാതമംഗലം ഡിവിഷനിൽ നിന്ന് NDA സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബാബു അരയമ്പത്തിന്റെ വീടിന് നേരെയാണ് അക്രമമുണ്ടായത്. വീടിന്റെ ജനൽ ഗ്ലാസ് എറിഞ്ഞു തകർക്കുകയായിരുന്നു. ഏകദേശം ഒരു 1:55 2 മണിക്കുള്ളിലാണ് വന്നിട്ട് ഈ പറഞ്ഞ ആക്രമണം നടത്തിയത്. അപ്പോൾ ഉച്ചകെട്ടോടെ വാതിൽ തുറന്നു നോക്കി, ഇവിടെ ഓടിയാണ്. അതിനുശേഷം അന്നേ തന്നെ പെരിങ്ങോം പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞ് പോലീസ് രാത്രി തന്നെ വന്നു സംഭവ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. സംഭവം നടന്നയുടൻ പെരിങ്ങോം പോലീസിനെ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. വിവിധ നേതാക്കൾ വീട് സന്ദർശിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കരിവെള്ളൂർ ബസാറിൽ 24 മണിക്കൂറും സേവനം നടത്തുന്ന ആംബുലൻസ് സർവീസ് ആരംഭിച്ചതിന്റെ 1ാം വാർഷിക ദിനത്തിൽ സൗജന്യ സർവീസ് നടത്തി. വാർഷികോദ്ഘാടനം മുതിർന്ന CPIM പ്രവർത്തകനും ദേശാഭിമാനി ഏജന്റുമായ MTP അബ്ദുള്ള നിർവഹിച്ചു. ചെറുകിട മോട്ടോർ തൊഴിലാളികളുടെ കൂട്ടായ്മയായ തണൽ ആരംഭിച്ച ആംബുലൻസ് സർവീസിന്റെ 1ാം വാർഷികാഘോഷം നടന്നു. കഴിഞ്ഞ 1 വർഷമായി ഈ ആംബുലൻസ് കരിവെള്ളൂർ ബസാറിലുണ്ട്. 24 മണിക്കൂറും സേവനം ലഭ്യമാക്കുന്ന ഒരു ആംബുലൻസ് കൂടിയാണിത്. ലാഭേച്ഛ നോക്കാതെയാണ് സേവനം. തണൽ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഡു വിതരണം നടത്തി. ഉദ്ഘാടകനെയും സംഘാടകർ വ്യത്യസ്തമായ രീതിയിലാണ് തെരഞ്ഞെടുത്തത്. കരിവെള്ളൂരിലെ ദേശാഭിമാനി ഏജന്റായ MDP അബ്ദുള്ളയാണ് മധുരപലഹാരം വിതരണം ചെയ്തത്. ഈ നാട്ടിൻ്റെ ഒരാവശ്യമെന്ന നിലയിലൂടെ കുറച്ച് ആളുകൾ ഈ ആംബുലൻസിൻ്റെ പ്രവർത്തനം നടത്തുകയുണ്ടായി. ഇതിൻ്റെ 1ാം വാർഷികം ആണ് ഇന്ന് ആഘോഷിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് വരുന്ന
പ്രയാസങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള ആംബുലൻസ് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. ചടങ്ങിൽ ടി.പി. മുരളി അധ്യക്ഷത വഹിച്ചു. കൃഷ്ണൻ ചീമേനി, സുരേഷ്, സുകുമാരൻ തുടങ്ങിയവർ പങ്കെടുത്തു. തണൽ കൂട്ടായ്മ കരിവള്ളൂർ ബസാറിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചതും ശ്രദ്ധേയമായി. കെ.വി. പ്രകാശൻ പ്രസിഡന്റും എം. രാജേഷ് സെക്രട്ടറിയുമായ 12 പേരുടെ കൂട്ടായ്മയാണ് തണൽ. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ബി.ജെ.പി. പയ്യന്നൂർ മണ്ഡലം പ്രസിഡന്റ് കരിവള്ളൂർ പാലക്കുന്നിലെ എം.വി. രവീന്ദ്രന്റെ വീടിനു നേരെ ബുധനാഴ്ച രാത്രി ആക്രമണമുണ്ടായി. ജനൽ ചില്ലുകളും ചുറ്റുമതിലും തകർത്തു. ബുധനാഴ്ച രാത്രി 8 മണിയോടെയാണ് അക്രമമുണ്ടായത്. അക്രമത്തിൽ വീടിന്റെ ജനൽ ചില്ലുകൾ തകർന്നു. രവീന്ദ്രന്റെ മറ്റൊരു വീടിന്റെ ഭിത്തിയും അക്രമികൾ തകർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടുള്ള വിജയാഘോഷം സാധാരണ പൊതുജനങ്ങളിൽ ആഘോഷം എത്തിക്കുക, അത് സന്തോഷത്തിൻ്റെ രൂപത്തിലാണ് ശരിക്കും പറഞ്ഞാൽ വിജയാഘോഷമുണ്ട്. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം വിജയാഘോഷം എതിർപാർട്ടികളുടെ വീടിന് നേരെയും അതുപോലെ അവരുടെ മതിലിന് നേരെയും അവരുടെ വ്യക്തിപരമായ അവരെ ദേഹത്തിന് മേലെയും ആഘോഷം പ്രകടിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് CPM-ന്റെ ഭാഗത്ത് നടക്കുന്നത്. എന്നിരുന്നാലും തീർച്ചയായിട്ടും ഈ ഇത്തരത്തിലുള്ള ആഘോഷം മുന്നോട്ട് പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കറിയാം ഈ പാർട്ടി എന്താണെന്നുള്ള അവർക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയായി ഇത് മാറി എന്നുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. ഓൾ കേരള മാർബിൾസ് ആൻഡ് ടൈൽസ് അസോസിയേഷൻ പയ്യന്നൂർ മണ്ഡലം സമ്മേളനം കാങ്കോൽ കൈലാസ് ഓഡിറ്റോറിയത്തിൽ നടന്നു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് എം.എൻ. ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ ചെയർമാൻ അനിൽകുമാർ ചക്കരയ്ക്കൽ അധ്യക്ഷത വഹിച്ചു. അടുത്ത കാലങ്ങളിൽ മരണപ്പെട്ട സംഘടനയിൽപ്പെട്ട തൊഴിലാളികളെയും ഫുട്ബോൾ ഇതിഹാസം മറഡോണയെയും എഴുത്തുകാരൻ U.A. ഖാദറെയും കോവിഡ് മൂലവും പ്രളയം മൂലവും മറ്റു തരത്തിലും മരണപ്പെട്ടവർക്കു വേണ്ടിയും യോഗം അനുശോചനം രേഖപ്പെടുത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജി വടകര സംഘടനാ അവലോകനം നടത്തി. ജില്ലാ കൺവീനർ രമേശൻ എടാട്ട്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് മനോജ് മലപ്പുറം, സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രവിരാജ് തളിപ്പറമ്പ്, സംസ്ഥാന ട്രഷറർ ചന്ദ്രൻ പയ്യന്നൂർ, മണ്ഡലം പ്രസിഡന്റ് ടി.വി. അനിൽകുമാർ, കല്യാശ്ശേരി ബാബു തുടങ്ങിയവർ സംസാരിച്ചു. അനിൽകുമാർ ടി.വി.യെ പ്രസിഡന്റായും ബാബു ടി.വി. രാജൻ വെള്ളൂർ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും സന്തോഷ് കുമാർ കെ.എ. സെക്രട്ടറിയായും സുമേഷ് കുണിയൻ, ശശീന്ദ്രൻ C.V. എന്നിവരെ ജോയിന്റ് സെക്രട്ടറിമാരായും അശോകൻ അനൂരിനെ ട്രഷററായും പയ്യന്നൂർ മണ്ഡലം കമ്മിറ്റി ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. പിലാത്തറ ലയൺസ് ക്ലബ്ബ് സൈക്കിൾ റൈഡേഴ്സ് അംഗങ്ങൾ സല്യൂട്ട് ടു COVID-19 വാരിയേഴ്സ് എന്ന സന്ദേശവുമായി പിലാത്തറയിൽ നിന്നും കന്യാകുമാരി വരെ സൈക്കിൾ റൈഡ് സംഘടിപ്പിച്ചു. ലയൺസ് ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ O.V. സനൽ പിലാത്തറയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് സിദ്ധാർത്ഥൻ വണ്ണാരത്ത് അധ്യക്ഷത വഹിച്ചു. K.P. ചന്ദ്രൻ സ്വാഗതവും ക്യാബിനറ്റ് സെക്രട്ടറി ഷാജി ജോസഫ്, ട്രഷറർ K.V. രാമചന്ദ്രൻ, അഡീഷണൽ സെക്രട്ടറി K.T. രമേശൻ, ക്ലബ്ബ് ഓഫീസർമാരായ T.S. വിശ്വനാഥൻ, യൂസഫ് അങ്ങാടിയിൽ, പവിത്രൻ C, K2K റൈഡർ ജുനൈദ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് അംഗങ്ങളും റൈഡേഴ്സ് ക്ലബ്ബ് അംഗങ്ങളുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ഡിസംബർ 21-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലേറും. ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, മുനിസിപ്പൽ കൗൺസിലുകൾ എന്നിവിടങ്ങളിൽ രാവിലെ 10-നാണ് സത്യപ്രതിജ്ഞ നടപടികൾ ആരംഭിക്കുക. SSLC, +2 പരീക്ഷയും ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 2ാം വർഷ പരീക്ഷകളും കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗമാണ് തീരുമാനം എടുത്തത്. തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ നിന്നും മികച്ച വിജയം നേടിയ പയ്യന്നൂർ നെറ്റ്വർക്ക് ചാനൽ ഡയറക്ടർ കൂടിയായ M. രജീഷ് ബാബുവിന് വാർഡിൽ ഹൃദ്യമായ വരവേൽപ്പ്. പയ്യന്നൂർ നഗരസഭ തായ്നേരി വെസ്റ്റ് 33ാം വാർഡിൽ സ്വതന്ത്രനായി മത്സരിച്ച M. ബഷീറിന് വോട്ടർമാർ നൽകിയത് ഉജ്ജ്വല വിജയം. മലയോര മേഖലയിലേക്ക് പോകുമ്പോൾ വാഹനയാത്രക്കാർ ആശ്രയിക്കുന്ന പ്രധാന പാലമാണ് വണ്ണാത്തിക്കടവ് പാലം. വർഷങ്ങൾ പഴക്കമുള്ള വീതി കുറഞ്ഞ പഴയ പാലത്തിന് പകരമായി നിർമ്മിക്കുന്ന പുതിയ പാലത്തിന്റെ നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കുമെന്ന് അധികൃതർ.
കണ്ണപുരം യോഗശാലയ്ക്ക് സമീപം വാഹനാപകടം, ഒരാൾ മരിച്ചു, ഒരാൾക്ക് ഗുരുതര പരിക്ക്. കൊച്ചിയിൽ നിന്നും മുംബൈയിലേക്ക് പോവുകയായിരുന്ന ചരക്ക് ലോറിയും മഹാരാഷ്ട്രയിൽ നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്നോവ കാറും കൂട്ടിയിടിച്ചത് വ്യാഴാഴ്ച രാവിലെ 7:30. വാർത്താ നേരം ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.